ഹലോ വിശ്വൻ. അതെ, ഞാൻ മദ്രാസിലെ തേവർ പറഞ്ഞ ആളാണ്. എവിടുന്നാ വിളിക്കുന്നത്? ഇവിടുന്ന് തന്നെയാണ് വിളിക്കുന്നത്. എവിടെ കാണാം? നിങ്ങൾ നേരെ മ്യൂസിയത്തിലേക്ക് വരണം. ആളെ എങ്ങനെ അറിയും? ഒരു വെളുത്ത കർച്ചീഫ് ഷർട്ടിന്റെ പോക്കറ്റിൽ ഉയർത്തി വെക്കണം. ഞാൻ കണ്ടുപിടിച്ചോളാം. വിശ്വം, നിങ്ങൾ? അതെ, തേവറിനോടെല്ലാം പറഞ്ഞു. എനിക്ക് 20 ലക്ഷം രൂപ വേണം. 20 ലക്ഷം രൂപയോ? യേസ്. റിസ്ക് കൂടുമ്പോ കോസ്റ്റും കൂടും. ഇത്രയും വലിയൊരു തുക ഞാൻ ഒറ്റയ്ക്കല്ല തീരുമാനിക്കേണ്ടത്. ഒരു കാര്യം, ഇതിൽ ബാർഗൈനിങ് ഇല്ല. 3 ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും കോണ്ടാക്ട് ചെയ്യും. മുഴുവൻ തുകയും അഡ്വാൻസ് ആയി കിട്ടണം. That too in cash. എന്താ നിങ്ങളുടെ പേര്? ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി ഗോമസ് എന്ന് വിളിക്കാം. ശരി, മിസ്റ്റർ ഗോമസ്, തെറ്റിദ്ധരിക്കരുത്. തുറന്നു ചോദിക്കുകയാണ്. ഇത്രയും വലിയൊരു തുക ഒരു രേഖയുമില്ലാതെ നിങ്ങളെ ഏൽപ്പിക്കണം. നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു വിവരവുമില്ല. പൈസയും വാങ്ങി നിങ്ങൾ കടന്നു കളഞ്ഞാൽ? 1.5 കോടി രൂപ എന്ത് വിശ്വാസത്തിലാണ് നിങ്ങൾ അവരെ ഏൽപ്പിച്ചത്? എന്ത് രേഖയുണ്ടായിരുന്നു? എന്നിട്ട് എന്താ സംഭവിച്ചത്? ഏതായാലും ഞാൻ അത്രയും വഷളനല്ല. ഞാൻ ഇതിന്റെ ഇരട്ടി ചോദിച്ചാലും നിങ്ങൾ തരും. നിങ്ങളുടെ അത്യാവശ്യം എനിക്കറിയാം. തിരിച്ചൊന്ന് ചോദിക്കട്ടെ, സംഭവത്തിന് ശേഷം നിങ്ങൾ കൈമലർത്തിയാൽ ഞാൻ എന്ത് ചെയ്യും? ബെറ്റർ യു ടേക്ക് ദ റിസ്ക്. മിസ്റ്റർ ഗോമസ്, ഈ ഡീല് നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓപ്പറേഷൻ ഏത് രീതിയിലായിരിക്കും? വാട്ട്സ് യുവർ പ്ലാൻ? ദാറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. Sit here. Excuse me, I want one room. We have no one room, only double room. Darling, they have no one room, only double room. Take that. Give that. ₹300 advance. Darling, they want 300 rupees advance. Give it. I will give you. What? No tips. Go. Goda. ഓ, എന്തൊരു ചൂട്, വല്ലാത്ത ഉഷ്ണം. മോളാ ഫാൻ എന്നിട്ടേ. മോളെ, അപ്പച്ചനെ പുറത്തൊക്കെ ഒന്ന് നോക്കിയിട്ട് വരട്ടെ. ദേ, സൂക്ഷിച്ചു വേണം, അബദ്ധമൊന്നും കാണിക്കരുതേ. നീ സമാധാനായിട്ടിരിക്കും, ദൈവത്തിനോട് പ്രാർത്ഥിക്കും.
നിങ്ങളോടെല്ലാം ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത് ഏർപ്പാട് ചെയ്തത്. എന്നിട്ട് ഇപ്പോഴെന്താ ആരും ഒന്നും മിണ്ടാത്തത്? ഞാനില്ല, ഞാനിതിന് കൂട്ടു നിൽക്കില്ല. ഇപ്പോഴില്ലെന്നോ? പിന്നെ എന്ത് ചെയ്യണം? 1.5 കോടി രൂപ എണ്ണി വാങ്ങിച്ചപ്പോ ഈ അറപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നിങ്ങൾക്ക് എന്നോട് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ഞാൻ എത്ര പേരോട് സമാധാനം പറയണമെന്ന് അറിയാമോ? ഇവിടെ ആരും ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ല. ഇന്നതൊക്കെ ചെയ്തോളാവുന്നു. ബിസിനസ് ആയാലാവും നട്ടോണ്ടാവും. താൻ ഒന്ന് മനസ്സിലാക്കിക്കോ. എനിക്കിനി ഇടവും വലവും ഒന്നും നോക്കാനില്ല. എല്ലാം നശിച്ച് മുങ്ങി നിൽക്കുന്ന സമയമാണ്. ഇപ്പൊ തീരുമാനിക്കണം നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ഉണ്ടാവുമെന്ന്. ഇല്ലെങ്കിൽ കൊടുത്താൽ തിരിച്ചു വാങ്ങിക്കാൻ എനിക്കറിയാം. നമ്മൾ തമ്മിൽ എന്തിനാണ് ഒരു കച്ചറ? എല്ലാത്തിനും സമാധാനം ഉണ്ടാക്കി ബഹളം വെച്ച കാര്യം നടക്കുവോ? ഓക്കെ ഓക്കെ. ഐ എം സോറി. ഒരു നിമിഷം ഞാൻ എന്നെ തന്നെ മറന്നുപോയി. 20 ലക്ഷം രൂപ അതിപ്പോ എവിടെ നിന്നുണ്ടാക്കും? ഇപ്പൊ തന്നെ വിഷയം എത്ര ലക്ഷം മുടക്കി? ഇനി ഒരു 20 ലക്ഷം മുടക്കാന്ന് പറഞ്ഞാൽ ആവശ്യം എന്റേതാണല്ലോ. ഈ കാശ് ഞാൻ തന്നെ മുടക്കാം. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. KGR മരിച്ചാൽ കഴുത്തുമുട്ട മുഖ്യമന്ത്രിയാകരുത്. പിന്നെ കൈമൾ സാർ മുഖ്യമന്ത്രിയാവണം. തെറ്റിദ്ധരിക്കണ്ട. കഴുത്തുമുട്ട മുഖ്യമന്ത്രിയായാൽ ജനങ്ങൾക്ക് സംശയമുണ്ടാവും. കഴുത്തുമുട്ടവും KGRും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എല്ലാവർക്കും അറിയാവുന്നതാണ്. കൂടാതെ KGR കഴിഞ്ഞാൽ പാർട്ടിയിൽ ക്ലീൻ ഇമേജ് ഉള്ളത് പ്രസിഡന്റാണ്. നമ്മൾ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യണം. ഇത് എന്റെ മാത്രം അഭിപ്രായമല്ല, എന്നെ സഹായിക്കാവുന്ന ഏറ്റവുടെയും കൂടെ തീരുമാനമാണ്. അപ്പൊ ഞാന് മുഖ്യമന്ത്രി ഒഴിച്ചു മറ്റെന്ത് വേണമെങ്കിലും ആകാം. അതിന് ഞാനൊരു MLA പോലും അല്ലല്ലോ. അതൊരു പ്രശ്നമാണോ? 6 മാസത്തിനകം എവിടെ നിന്നെങ്കിലും ജയിച്ചാ പോരെ? എന്തു പറയുന്നു? ശരി, നിങ്ങളുടെ മൗനം സമ്മതമായി കരുതുന്നു. നമ്മൾ തീരുമാനിച്ചതിൽ നിന്ന് ഇനി അണുവിട വ്യത്യാസമില്ല. നമ്മൾ തമ്മിൽ കൂടിക്കാഴ്ചയുമില്ല. ഇത് കഴിയുന്നത് വരെ. ഒരു കാര്യം ആരും മറക്കരുത്. ഇതിൽ ഉത്തരവാദിത്വം എല്ലാവർക്കും ഒരുപോലെയാണ്. വാടോ. വേഗം നടപടി. Brother, excuse me. Very hot. Some water. റൂം ക്ലീൻ ചെയ്യണം സാഹിബേ. Very hot. Some water. Please. Go. എന്ത് പറ്റി? ഒരു റൂം പോയി തെണ്ടി വന്നു പോ. എന്തായി? ഒന്നുമില്ലേ? കൊറേ കാലി ഗ്ലാസും കപ്പലണ്ടിത്തോടും മാത്രം. ഓ, മാന്യായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ചാ എന്റെ അമ്മേനെ പിണ്ടന്നൊക്കെ. നമുക്ക് അടുത്ത മുറിയിലൊന്ന് നോക്കിയാലോ? ഇപ്പൊ വേണ്ട, കുറച്ച് കഴിയട്ടെ.